അനങ്ങിയാലേ കിട്ടൂ. അവിടെ ഇവിടെയായിട്ട് നിൽക്കുക. അതെ അതെ. നമ്മൾ കാണില്ല കേട്ടോ. അവിടെ വെയിറ്റ് ബാക്ക്. വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ നടന്നാലേ ശരിക്ക് കിട്ടും. ആക്ഷൻ. നമ്മളെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കില്ല. ഉൾക്കാട്ടിലോട്ട് വലിയ രാത്രി ആനയൊക്കെ വരില്ല. ടി വിയിലുള്ള നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നും വലുതാവുമല്ലോ. അങ്ങനെ നക്കിയാ കൊടുക്കുന്നു കുഞ്ഞിനെ. ഫോട്ടോഗ്രാഫർ. ഓക്കെ. ചെറുത് അതിനെ നക്കുന്നു. മറ്റത് വലുത്. ചിന്നാർ അല്ലേ? ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഇപ്പം 5 എണ്ണം ഉണ്ട്. ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. ചിന്നാർ. ഇപ്പം നല്ല ക്ലിയർ. ഫൈൻ. നമുക്ക് അപ്പോൾ തീർന്നു. ബിനുവിടെ മറ്റേ ഇത് വനസംരക്ഷണ സമിതിയിലാണ്. സമിതിയിലാണ്. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ ട്രക്കേഴ്സായിട്ട് 19 പേര്. ആളുകൾ വരാറുണ്ടോ? വരാറുണ്ട്. ഈ മാസം കുറവായിരിക്കും. പോയ മാസം 2-3 മാസം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ട്രക്കിങ് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ. നടന്നല്ലേ പോകും. നടന്ന് ചിലവർക്ക് നടന്നു പോകാൻ ഇഷ്ടം. ജീപ്പ് പോകത്തില്ല. നമുക്ക് ലൈറ്റ് കൂടുതൽ. ഭയങ്കര ലൈറ്റ്.
അത് അരുവി ഉണ്ടെന്ന് ഈ ഭാഗത്തിൽ സൗണ്ട് ഒരു സഗുണ്ട്. തുടങ്ങി. യെസ്. ഇതൊക്കെ ഇട്ടാണ് നമ്മൾ ഈ വളരെ ദൂരെ പോയി ഒന്നുമില്ലാത്ത സ്ഥലത്ത് കണാമണയൊക്കെ കണ്ടോണ്ട് വരുന്നത്. കണ്ടോണ്ട് വരുന്നത്. ഇതൊന്ന് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഇവിടെ കാണാമല്ലോ. കാണാം. ആ. കാണാൻ പറ്റുന്നില്ലേ? ഉണ്ടെന്നാ ശരിക്കും കാണാൻ പറ്റും. നിങ്ങളെ കൂടെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുക്കണം. പഴയ മെല്ലി ഇറാനി എന്നൊക്കെ പറയും ഛായാഗ്രാഹകൻ. അങ്ങനെ പ്രവേശം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ. നമ്മുടെ തങ്കമണിയാണ് പടം എടുത്തത്. ഞങ്ങളുടെ തങ്കമണിയാണ് പടം. തങ്കമണി മറ്റേ ഇവിടെ കോഴിക്കോട് അദാലത്തിന് വന്നപ്പോഴത്തേക്ക് പടത്തിനകത്ത് മുഴുവൻ തങ്കമണിയുടെ ബാക്ക് സൈഡ് മാത്രം ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ്. വോയിസ് റെക്കോർഡ് ചെയ്യുന്നില്ല. പിന്നെ പിന്നെ ഇങ്ങനെയുള്ള കമന്റുകളൊക്കെയാണ് ആവശ്യം. അത് കേൾക്കുമ്പോഴേ അത് കേൾക്കുമ്പോഴേ സുഖമുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ആ എന്റെ ബാക്ക് സൈഡ് മാത്രം ഇഷ്ടപ്പെട്ടു. ആ ഗുഡ്. ഞാൻ പറഞ്ഞത് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നു. അത് കലക്കി. ഗുഡ്. പോവാം. ഇതിന്റെ അപ്പുറത്തെ വശേ കംപ്ലീറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. പറയട്ടെ അതിനെ കുറിച്ച്. ഏത് വരയാടിനെ? വരയാടിന്റെ ഹാബിറ്റാറ്റ്. അല്ല, വരയാട് എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തില് ഒരു ഈ വരയാടിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഈ പാറയുടെ മുകളിലൊക്കെ വന്ന് നിൽക്കൂ. പാറയുടെ ഏറ്റവും ടിപ്പില് ഈ ഇങ്ങനെ അരുകി ചേർന്ന ഇത് നല്ല അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എല്ലാം. ഓടുക, ചാടുക, കളിക്കുക, ഇതുപോലുള്ള എല്ലാ പരിപാടിയും അവിടെയാണ്. പ്രധാനമായിട്ട് ഈ പാറയുടെ മേളാണ്. വരയാടിനും ഒരു കുഞ്ഞും കൂടെ വന്ന് നിൽക്കുന്ന കണ്ടാ. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ. ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഇതിന്റെ ഇടതുവശത്ത് വലിയ ഒരെണ്ണം താ നിൽക്കുന്നു. ആ പാറയുടെ മേളിൽ ഇറങ്ങി വേറെ പ്രാവശ്യം. മറ്റുള്ള മൃഗങ്ങൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അത് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഇത് ഈ കോമോഫ്ലേജ് ഉള്ള സാധനമാണ്. അതെ അതെ, പെട്ടെന്ന് തിരിച്ചറിയാൻ നോക്കിയില്ല. ഈ പാറയുടെ ഏതാണ്ട് അതേ നിറമാണ്. പുല്ലിന്റെ ഒക്കെ ഉള്ള അതേ ടൈപ്പ്. അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. ഒരു കുഞ്ഞു ദൂരം കണ്ട് ഒരു 3 എണ്ണം. 3 കിട്ടിയിട്ടുണ്ട്. ഈ വർഷത്തെ ആണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഇതിന്റെ ഈ പ്രസവ സമയമായതുകൊണ്ടാണ് അതിനൊരു ശല്യം ഇല്ലാണ്ടിരിക്കാൻ. ഓ, പാർക്ക് എപ്പോഴും ഇങ്ങനെ ഈ സമയത്ത് അടയ്ക്കുമല്ലേ? അടയ്ക്കും എല്ലാ വർഷവും. കാരണം ഈ സദേൺ വെസ്റ്റേൺ ഘാട്സിൽ മാത്രമുള്ള ഒരു സാധനമാണല്ലോ. ഫെബ്രുവരി മാർച്ചിലാണ് പ്രസവം. അതെ അതെ, അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇപ്പൊ വന്ന ആ കുഞ്ഞിന് എന്ത് പ്രായം കാണും? ഒരു 2-2.5 മാസം മാക്സിമം. അത്രേ ഉള്ളൂ അല്ലേ? ഈ നമ്മുടെ ഈ ഫയർ സീസൺ ആയതുകൊണ്ടല്ലേ അപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത്? അല്ല സാറേ, അല്ല, കാരണം ഇതാണ്. ഓ, ഇതിന്റെ പ്രസവ സമയമാണ്. വണ്ടർഫുൾ. 2 എണ്ണം വരും, 3 ഉണ്ടാ അവിടെ നിന്നൊരു ബാച്ച് വരുന്നു. അതുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് ബാച്ചുകൾ തൊട്ടടുത്ത്. ആണോ? മഴക്കാലത്ത് നല്ല ഫ്ലോ ആയിരിക്കും. ഈ ചോലക്കാത്തുനിന്ന് വരുന്ന ഈ ഒറ്റ ചോലക്കാത്തുനിന്ന് വരണ. ശരി.
ആ അത് ഞാൻ എടുത്തല്ല. കഴിഞ്ഞ വർഷത്തെ കൊമ്പുണ്ട് കണ്ടില്ലേ? മറ്റേ ഈ വർഷത്തെ കൊമ്പ് ആയിട്ടില്ല. ഇത് ആണിനും പെണ്ണിനും കൊമ്പുണ്ടോ? ആണിനും പെണ്ണും കൊമ്പുണ്ട്. ആണിന് ഒരല്പം വലുതായിരിക്കും, പെട്ടെന്ന് അറിയില്ല, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വലിപ്പം കൂടുതൽ കാണും. പിന്നെ ഇത് ആണും പെണ്ണും ഏതാണ്ട് ഒരേ കളറാണ്. പക്ഷെ അത് ഈ ശരിക്ക് പ്രായപൂർത്തിയായ ആൺവരയാടുണ്ടല്ലോ, അത് കറുത്ത കളറായിരിക്കും. അതിന്റെ പുറത്തൊരു വെള്ളപ്പാട് കാണും. സാഡിൽ ബാക്ക് എന്നാണ് പറയുന്നത് ആ ആടിനെ. സാഡിൽ ബാക്ക് എന്നാണ്, കറുത്ത കളറായിരിക്കും, വെള്ളപ്പാടുണ്ടാവും. ഇടപ്രായമൊക്കെ എല്ലാം ഒരേ കളറായിരിക്കും, ആണും പെണ്ണും എല്ലാം. അത് വരും. ഈ കുഞ്ഞുങ്ങളുടെ എണ്ണം എത്ര ഉണ്ടാവും? ഒന്നേ ഉണ്ടാവുക, കൂടുതലുണ്ടാവും? ഒരെണ്ണേ ഉണ്ടാവും. ഒരു പ്രാവശ്യം ഒരെണ്ണേ ഉണ്ടാവും. അത് ശരി. ഇത് 6 മാസമാണ് അതിന്റെ ഗർഭകാലം. അതായത് ഇപ്പൊ ഈ 6 മാസം, അതായത് ഈ മഴക്കാല ആരംഭത്തോടു കൂടിയാണ് ഇതിന്റെ മീറ്റിംഗ് തുടങ്ങുന്നത്. പിന്നെ ഈ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ അതിന്റെ പ്രസവം. എത്രയാണ് ലൈഫ്? 12 വയസ്സ്, 20 വർഷം, ഏതാണ്ട് 20 വർഷത്തോളം. 80 കിലോ വരെ വെയിറ്റ് വരാതിന്റെ ആണിന്. ഭയങ്കര സൈസാണ്. ഇതിന്റെ ഈ നാശം സംഭവിക്കുന്ന ഈ കടുവയും പുലിയൊക്കെ അതെ, ഇക്കോളജിക്കൽ ബാലൻസിന് വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സെൻസസ് ഇപ്പോൾ നിങ്ങൾ അതിന്റെ അടുത്തോട്ട് തിരിഞ്ഞു നിന്നു. ഈ കഴിഞ്ഞ വർഷത്തെ 747, 747. ഈ വർഷത്തേന് ഇപ്പൊ ഈ ഏപ്രിലായിരിക്കും. ഇങ്ങോട്ട് നോക്കിക്കോളൂ. മാസമാണ് സെൻസസ് കണക്ക്. വലിയ കൊമ്പുള്ള മുട്ടൻ. ഏതാ? കൊമ്പില്ലാത്തൊരു മുട്ട നിൽക്കുന്നു. ഇവിടെ നിൽക്കുന്ന ആണ് ഏതാണ്ട് ഈ നിൽക്കുന്നതിന് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതിന്റെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അത് തന്നെ, അത് ആണാണ്. ഓ ശരി. അത് ഇത് പെണ്ണ്. ഈ വലുത് വലുത് പെണ്ണ്. ഇല്ല, അത് വളരെ അക്കസ്റ്റംഡ് ആണ്. അത് ഇങ്ങനെ ആളുകളെ സ്ഥിരം ആയിരക്കണക്കിന് വിശേഷമാണ് ഡെയിലി വരുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ട് കണ്ട് ആ ഒരു പരിചയം. നമ്മുടെ ഇതിന്റെ ക്ലോഷർ പീരീഡ് എന്ന് മുതൽ എന്ന് വരെയാ? ഈ ഫെബ്രുവരി 1 മുതൽ ഏപ്രിൽ 2 വരെ. ശരി. 3-ാം തീയതി തുറക്കും. ക്രോസ് ചെയ്യാൻ പോകും. ആ ചെരുവിലൊരു പാറയില്ലേ, അതിന്റെ പുറത്ത് 2-3 ആടുണ്ട്. ഇത് ഇതിന്റെ ഗ്രേസിങ് ഈ രാത്രി കാലങ്ങളിലും പുല്ല് തിന്നുമോ? രാത്രി കാലം ഉറക്കമായിരിക്കും. സന്ധ്യയോട് കൂടി ഇത് അതിന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. ഏതെങ്കിലും പാറപ്പുറത്തേക്ക്. ഒരു 6-6:30 ആയിക്കഴിഞ്ഞാൽ ഇതിനൊന്നും കാണാൻ പറ്റില്ല, എല്ലാം വിട്ടു പോയിട്ടുണ്ടാവും. ഇവിടുന്ന് പോകും. പോയി അതിന്റെ സേഫ് ആയിട്ടുള്ള പാറയുടെ മേളിലാണ് ഇത് രാത്രി കിടക്കുന്നത്. മിക്കവാറും അങ്ങനെയാണ്. കാരണം അപ്പൊ ഈ മറ്റുള്ള മൃഗങ്ങളൊന്നും വരില്ലല്ലോ. അതിന് വേണ്ടിയാണ്, അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അതെ അതെ. ഈ നമ്മുടെ ഇവിടുത്തെ പ്രധാന പ്രെഡേറ്റേഴ്സ് ഏതൊക്കെയാണ്? അതായത് ഈ നമ്മുടെ കാർണിവേഴ്സ് ഉള്ളത് ഏതൊക്കെയാണ്? ടൈഗർ ഉണ്ടോ? ടൈഗർ ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്, പിന്നെ വൈൽഡ് ഡോഗ്. ചിലപ്പോ ഒരു 10-12 ഇതിലെ വരും കൂട്ടം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്നും വരയാട് വന്ന് നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് പോവാണ് നമ്മുടെ വണ്ടിയുടെ മുമ്പ്. ശരിക്കും വൈൽഡ് ഡോഗാണ് മെയിൻ ആയിട്ട്. വൈൽഡ് ഡോഗും ലെപ്പേർഡും. This is wonderful sight. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ശശി, ഗാർഡാണ് സാർ. എവിടെയാ ശശിയുടെ സ്ഥലം? നോർത്ത് പറവൂർ, എറണാകുളം. എറണാകുളം. ഞങ്ങൾ എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര പുത്തൂര്. തിരുവനന്തപുരമാണ്, സ്വദേശിയാണ് പറഞ്ഞത്. നിങ്ങളെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ പ്രസവം ഏതാണ്ട് തീരാൻ ടൈമാണ്. അപ്പോഴും കുറെ എണ്ണം കാണുമല്ലേ ലാസ്റ്റ്. ശശി ഇതൊന്ന് പിടിച്ചോ, ഞാൻ പതുക്കെ വരാം. പിടിച്ചാൽ മതിയോ സാർ? ഇതിൽ കൂടെ നോക്കിയാൽ അപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. സാറിനെ കാണാം. സാർ സാർ ഒരല്പം കൂടി. അപ്പൊ ഒന്നിനെ കിട്ടുന്നുണ്ട് സാർ. വേറെ പ്രസ് ചെയ്യൊന്നും വേണ്ടല്ലോ സാർ? എങ്ങും. ഓക്കെ. സാർ. ഉണ്ട് ഒരാട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സാർ. നിങ്ങളുടെ ഈ സംഭാഷണമൊക്കെ വരും, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെയൊക്കെ നല്ലല്ലോ എടുത്തു.
ആനമുടി പീക്ക് ഏത് സൈഡായിട്ട് വരും? സാർ ഇതിന്റെ ബാക്കിലാണ്. ഇതിന്റെ ബാക്കിൽ. ഇതിന്റെ എവിടെ ബാക്കിലാണ്. നിന്നാ കാണാൻ പറ്റും? ഇവിടെ നിന്ന് കാണില്ല. അല്ല എവിടെ നിന്ന് മൂന്നാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. നമ്മള് കുറേ അങ്ങോട്ട് പോകണ്ടേ. ഇവിടെ ആണല്ലോ മൂന്നാർ ഇങ്ങോട്ട് വരുമ്പോഴേ അല്ല നമ്മുടെ ഈ സാഞ്ചുറി അല്ല പാർക്കിന്റെ എവിടെ കാണാൻ പറ്റും? ഇവിടുന്ന് വല്ല കുറേ പോകണം. ഞാൻ ഇതിന്റെ മണ്ടേ പോയിട്ടുണ്ട്. ഞാനിവിടെ ഇവിടെ വർക്കിംഗ് പ്ലാനിലുള്ള സമയത്ത് 85 അതിൻ്റെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഹട്ടിലും താമസിച്ചിട്ടുണ്ട് ഒരു ദിവസം. ഗവർണർ സാറ് എന്നെ PCC പെട്ടിരിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടെ അദ്ദേഹം വന്നപ്പോഴത്തേക്ക് പിന്നെ ഇൻഫെക്ഷൻ പോയതാണ്. അന്ന് ആ ജെയിംസ് സെക്രട്ടറി ആയിരുന്നു, അയാളായിരുന്നു ഇവിടുത്തെ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫാണ്. അന്ന് ഇതില്ലല്ലോ, ഏത് ഈ ഇടുക്കിയുടെ കീഴിലാണ്. ഈ മൂന്നാറിന് പോകുന്ന വഴിക്ക് ഒരു ആർച്ച് പാലമില്ല, ഒരു പാലം. അത് കഴിഞ്ഞൊരു 100 മീറ്റർ അങ്ങോട്ട് ചെന്ന് ഈ കാലാവസ്ഥയിൽ ഇപ്പൊ കാണാം. ഈ ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് കാണാം, ക്ലിയർ ആയിട്ട് കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ